ബഡ്ജറ്റ് ഓറിയന്റഡ് സീരീസിൽ റിയൽമി അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഇയർഫോണായ റിയൽമി ബഡ്സ് 2 അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബഡ്ജറ്റ് ഓറിയന്റഡ് വയേർഡ് ഇയർഫോണുകളുടെ കൂട്ടത്തിൽ റിയൽമി കമ്പനി അവതരിപ്പിച്ച ഏറ്റവും പുതിയ മോഡലാണ് റിയൽമി ബഡ്സ് 2. മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് 600 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. അതിന്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ബോക്സിലാണ് ഇത് വരുന്നത്. അതിന് പുറത്തായിട്ട് റിയൽമിയുടെ യെല്ലോ കളറിൽ ലോഗോ കാണാം. ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഇതിന്റെ പ്രധാന സ്പെസിഫിക്കേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് 11.2 mm ബാസ് ബൂസ്റ്റർ ഡ്രൈവർ. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ബോക്സിന് ബാക്കിലായിട്ട് ഇതിന്റെ മറ്റു കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആ ഒരു അടിപൊളി ഇയർബഡ്സ് ആണ്. റിയൽമിയുടെ അടിപൊളി ലോഗോ കാണുന്ന ആ ഒരു ഇയർബഡ്സ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനടിയിലായിട്ട് ചെറിയൊരു സ്ക്വയർ ബോക്സിനുള്ളിൽ അതിൻ്റെ എക്സ്ട്രാ വയർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്തായാലും ഇയർഫോണിൽ നിന്ന് പുറത്തെടുക്കാം. ഫസ്റ്റ് ടച്ചിൽ തന്നെ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മെറ്റൽ ബോഡിയിലാണ് ഇതിൻ്റെ ഇയർപീസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഹെഡ്സെറ്റ്, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ലഭിക്കുന്ന 2 എക്സ്ട്രാ ഇയർബഡാണ്. നമ്മുടെ ചെവിയുടെ സൈസിനനുസരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ ഇയർബഡ്. അപ്പോൾ ബോക്സിൽ വേറെ തന്നെ ഇല്ല. ഇനി നമുക്ക് ഇയർഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇയർപീസിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനുള്ള ഒരു മെറ്റൽ ബോഡിയിൽ നിർമ്മിച്ച ഇയർപീസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ 2 മാഗ്നറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ, അതായത് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് 2 ഇയർപീസിനെ ജോയിൻ ചെയ്ത് വെക്കാനുള്ള 2 മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് പുറത്തായിട്ട് നോയിസ് ക്യാൻസലേഷനുള്ള ഹോൾസും കൊടുത്തിട്ടുണ്ട്. ഇയർപീസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള വയറിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ റബ്ബർ കോട്ടിംഗ് ഉള്ള വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി, പെട്ടെന്ന് പൊട്ടാത്ത തരത്തിലുള്ള വയർസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഇയർപീസിനടുത്തുള്ള യെല്ലോ കളറിൽ അതിൻ്റെ ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു 600 രൂപ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെ, നല്ലൊരു അടിപൊളി ഡിസൈനിൽ അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ അവരെ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ അതിൻ്റെ കൺട്രോൾ ബട്ടൺസ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ മൾട്ടി ഫംഗ്ഷനുള്ള സ്വിച്ചും കൂടി ഒരു കൺട്രോൾ ബാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പാട്ട് പ്ലേ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന് സൈഡിലായിട്ട് തന്നെ ആ റിയൽമിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ, ആ ഒരു യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു ഷെയ്ഡ് ഇതിനുള്ളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ആ ഒരു ഫിനിഷിംഗ്, ആ പ്രൊഡക്റ്റിന് ഫിനിഷിംഗ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഇൻബിൽഡ് മൈക്രോഫോണും. ഇനി നമുക്ക് ടാഗ് ചെയ്ത വയറിന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല അത്യാവശ്യം നീളമുള്ള ക്വാളിറ്റി വയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് പൊട്ടാത്ത തരത്തിലുള്ള ഒരു ചെറിയ നൈലോൺ കോട്ടിംഗ് ഉള്ള ഒരു വയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2 ഇയർപീസിലേക്ക് പോകുന്ന ജംഗ്ഷനിൽ താഴേക്ക് വരുന്ന നൈലോൺ കോട്ടിങ്ങുള്ള വയറും മുകളിലേക്ക് പോകുന്ന റബ്ബർ കോട്ടിങ്ങുള്ള വയറുമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ റബ്ബർ കോട്ടിങ്ങുള്ള വയർ നൈലോൺ കോട്ടിങ്ങുള്ള വയറും ബെൻഡ് ആവുന്ന കാണാം. ഇനി താഴേക്ക് വരുമ്പോൾ റിയൽമിയുടെ ലോഗോയിൽ യെല്ലോ കളർ ടാഗ്, എക്സ്ട്രാ വരുന്ന വയറിനെ നമുക്ക് ചുറ്റി വെക്കാനുള്ള ഒരു എക്സ്ട്രാ ടാഗ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്ത് റിയൽമിയുടെ അടിപൊളി ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇയർപീസിൻ്റെ 3.5 mm ജാക്ക് എന്ന് പറയുന്നത് നോർമൽ ജാക്ക് തന്നെയാണ്. ആ എൽ ഷേപ്പിലുള്ള ആംഗിൾഡ് ജാക്ക് ഒന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത, ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒടിയാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വയർ പൊട്ടാത്ത തരത്തിലുള്ള വയറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ഈ ഇയർഫോണിനെ മടക്കി പോക്കറ്റിൽ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന വയറിനെ മടക്കി ചെറുതാക്കാനൊക്കെ പറ്റും. ആ ഒരു കാര്യത്തിൽ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു എക്സ്ട്രാ വരുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കൊണ്ടു നടക്കാനും അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന വയറിനെ ചെറുതാക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇയർപീസ് എന്ന് പറയുന്നത് മാറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്ലോസി ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ബോഡിയാണ്. അതിന് പുറത്തായിട്ട് റിയൽമിയുടെ ആ ഒരു പെർഫെക്റ്റ് ലോഗോ, അടിപൊളി ഡിസൈനിൽ ആ ഒരു പെർഫെക്റ്റ് ലോഗോ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇവർ ഇതിൻ്റെ ഇയർപീസിനുള്ളിലും കൊടുക്കാൻ മറന്നിട്ടില്ല. എല്ലായിടത്തും ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പാട്ട് പ്ലേ ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഡിഫാൾട്ടായിട്ട് വരുന്ന ഇയർബഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കുഴപ്പമില്ല, ആ ഒരു ഊരി ചാടുമെന്നുള്ള ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് അത് ഫിറ്റ് ആവുന്നുണ്ട്. ഇനി മ്യൂസിക് ക്ലാരിറ്റിയെ പറ്റി പറയുമ്പോൾ ബാസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ മ്യൂസിക് ക്ലാരിറ്റി വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ബാസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ബാസിന് വേണ്ടിയാണ് ഈ ഒരു ഹെഡ്സെറ്റ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിയൽമി കൊടുത്തിരിക്കുന്ന ഈ 2 മാഗ്നറ്റിൻ്റെ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യാത്ത ടൈമിൽ നമുക്കിതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ, ആ ഒരു വയർ കെട്ടുകൊടുക്കാത്ത രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചർ. അതേപോലെ ഇതിൻ്റെ വയർ ക്വാളിറ്റി, ഞാനിപ്പോൾ ഇതേപോലെ എങ്ങനെ മടക്കി ചുരുട്ടി എങ്ങനെയൊക്കെ പോക്കറ്റിലെ ബാഗിലോ കൊണ്ടു നടന്നാലും അങ്ങനെ പൊട്ടാത്ത രീതിയിലുള്ള വയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി വയർ തന്നെ. ആ ഒരു ലോ ബഡ്ജറ്റിൽ 600 രൂപ റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി വയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇയർഫോണിൻ്റെ എക്സ്ട്രാ വരുന്ന കേബിൾസിനെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇയർഫോണിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും ഈ ഒരു ടാഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ബട്ടൺസ് എല്ലാം നോക്കുമ്പോൾ വളരെ പ്രീമിയം ക്വാളിറ്റി, അടിപൊളി പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറയുക, ആ ഒരു 600 രൂപ ബഡ്ജറ്റിൽ ആ റേഞ്ചിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇയർഫോൺ വളരെ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ മറ്റ് ബ്രാൻഡുകൾ മോശമാണെന്നല്ല, റിയൽമിക്ക് അതിൻ്റേതായ ഒരു മെച്ചമുണ്ട്. അതായത് ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ഇയർഫോണാണിത്.
അപ്പോൾ ഓവറോൾ ബാസിനെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇയർഫോൺ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷേ മ്യൂസിക് ക്ലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ബാസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സിൽ ഇയർഫോൺ എടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അത് പ്രാധാന്യം കൽപ്പിക്കുന്ന ബാസിനാണ്. അപ്പോൾ ഇനിവേ നിങ്ങൾക്കിത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.